വെഡിങ് സീസൺ ഈസ് ഹിയർ. അതുകൊണ്ട് തന്നെ എന്നെ പോലുള്ള ബ്രൈഡ്സ്മെയ്ഡിനെ മസ്റ്റ് ആയിട്ട് ക്യാരി ചെയ്യേണ്ട കുറച്ച് മേക്കപ്പ് എസെൻഷ്യൽസ് ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മലയാളം. ഞാൻ ഹനാൻ. സോ ഇതിനു മുന്നേ ഞാൻ ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ, ആൻഡ് എ ലോട്ട് ഓഫ് യു ഗൈസ് എൻജോയ്ഡ് വാച്ചിങ് ദാറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്തായാലും വെഡിങ് സീസൺ ഒക്കെ അല്ലേ, അതുകൊണ്ട് ബ്രൈഡ്സ്മെയ്ഡിന് എസെൻഷ്യൽ ആയിട്ട് വരുന്ന ഒരു ബ്രൈഡ്സ്മെയ്ഡ് മേക്കപ്പ് കിറ്റിന്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇഫ് യു ആർ എ ബ്രൈഡ്സ്മെയ്ഡ്, take notes and let's get started. So obviously, first thing first, നമ്മുടെ മേക്കപ്പിന് മുന്നേ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് is our skin prep, and I'm sure you guys know that already. അപ്പം നമ്മൾ സ്കിൻ പ്രെപ്പിൽ മോർണിംഗ് ഇവന്റ് ആണെങ്കിലും ശരി, നൈറ്റ് ഇവന്റ് ആണെങ്കിലും ശരി, നമ്മൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് is a good moisturizer, and this is one of my current favorites. So എനിക്ക് ഡ്രൈ സ്കിൻ ആണ്, so I really need something that can keep my skin hydrated for a longer period, and I think this does the job really well, and I genuinely enjoy using this. Is almost തീരാനായിട്ടുള്ളൊരു ട്യൂബാണ്, ആൻഡ് നിങ്ങൾ ഒരിക്കലും ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഗോ വിത്ത് വാട്ട് എവർ മോയ്സ്ചറൈസർ ദാറ്റ് യു തിങ്ക് വർക്ക്സ് വെൽ ഫോർ യുവർ സ്കിൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് ടു യൂസ് എ സൺസ്ക്രീൻ, ആൻഡ് ഒബ്വിയസ്ലി ഒരു മോർണിംഗ് ഇവന്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടൂ, നൈറ്റ് ഇവന്റ്സിലേക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ യു ഗൈസ് നോ ദാറ്റ് ഓൾറെഡി. ഇനി ഇപ്പം കറന്റ്ലി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇസ് ദിസ് വൺ. ഇത് റൗണ്ട് ലാബിൻ്റെ ബേർച്ച് ജ്യൂസ് സൺസ്ക്രീൻ ആണ്. നൗ ഇതും ഒരു തിക്കർ ഫോർമുലയിൽ തന്നെ വരുന്നൊരു പ്രോഡക്റ്റ് ആണ്. ലൈക്ക് ഐ സെഡ്, ഐ ഹാവ് ഡ്രൈ സ്കിൻ. ഐ ലവ് യൂസിങ് പ്രോഡക്ട്സ് ദാറ്റ് ഹാസ് തിക്കർ ഫോർമുല, ആൻഡ് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് ഇതിൻ്റെ സ്കിന്നിന്. ഇനി ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പം അത്യാവശ്യം കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് ഉള്ളതുപോലെ നമുക്ക് തോന്നും, പക്ഷേ ഗിവ് ഇറ്റ് എ മിനിറ്റ് ഓർ സോ ആൻഡ് ഇത് നമ്മുടെ സ്കിന്നിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ആവും. ഐ ജെന്യൂൻലി ലവ് ദിസ് പ്രോഡക്റ്റ്. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഡ്യൂയി ഫിനിഷ് നമ്മുടെ സ്കിന്നിന് തരാം. എനിക്കൊന്നും ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന എല്ലാ പ്രോഡക്റ്റും, ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും അത്യാവശ്യം നല്ല ഡ്യൂയി ഫിനിഷുള്ള സാധനങ്ങളാണ്. സോ യെസ്. ഇനി അടുത്തതായിട്ട് വെഡ്ഡിംഗ് ഒക്കെ പോലുള്ളൊരു ഇവന്റിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇസ് എ പ്രൈമർ, ആൻഡ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മാൾസിന്റെ ഗ്രിപ്പിംഗ് പ്രൈമർ ആണ്. ഐ എം ഷുവർ യു ഗൈസ് നോ ദിസ് പ്രോഡക്റ്റ്. ഓക്കെ, ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ട് നിന്ന പ്രോഡക്റ്റ് ആയത്, ആൻഡ് ട്രസ്റ്റ് മീ, ദിസ് ഈസ് വൈറൽ ഫോർ എ റീസൺ. ഇതിൻ്റെ ഒരു ഫുൾ ലെങ്ത് റിവ്യൂ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളത് കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ എവിടെയെങ്കിലും കാർഡ്സിൽ കൊടുക്കാം. You guys can check it out. ഇനി ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ, this is a gripping primer, which means നമ്മളെ മേക്കപ്പ് നമ്മളെ ഫേസിൽ കൂടുതൽ നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഒബ്വിയസ്ലി വെഡിങ് ഒക്കെ പോലുള്ളൊരു ഇവന്റിൽ, ഒരു ലോങ്ങർ പീരീഡിലേക്ക് പോകുന്ന ഒരു ഇവന്റിന് നമുക്ക് എന്തായാലും നമ്മുടെ മേക്കപ്പ് മൂവ് ആവാൻ പാടില്ലല്ലോ, സ്പെഷ്യലി നമ്മുടെ ബേസ് ഒട്ടും മൂവ് ആവരുത് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ സംതിങ് ലൈക്ക് ദിസ്. ഇതിന്റെ ഫിനിഷ് എന്ന് പറയുന്നത് ഇസ് എ ബ്യൂട്ടിഫുൾ ഡ്യൂയി ഗ്ലോയി ഫിനിഷ്. സോ നമുക്ക് ഇത് യൂസ് ചെയ്താൽ തന്നെ സ്കിൻ അത്യാവശ്യം നല്ലൊരു ഗ്ലോയി ഫിനിഷ് നമുക്ക് കിട്ടും. അതുപോലെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഫോർ എ മിനിറ്റ് ഓർ സോ നമ്മുടെ സ്കിന്നിൽ ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് മാത്രം ഗോ ഇൻ വിത്ത് യുവർ നെക്സ്റ്റ് പ്രോഡക്റ്റ്, വിച്ച് ഇസ് എ ഫൗണ്ടേഷൻ. നൗ ടോക്കിംഗ് അബൌട്ട് ഫൗണ്ടേഷൻസ്, ഓക്കെ, എനിക്ക് വെഡ്ഡിങ് പോലുള്ള ഇവൻറ്റ്സിൽ പേഴ്സണലി ഒരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഇനി ഞാൻ ഈ പാക്കിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് അവരുടെ സ്റ്റുഡിയോ HD ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. ദിസ് ഇസ് എ ഫുൾ കവറേജ്, ഹൈ കവറേജ് പ്രോഡക്റ്റ് ടു ബി ഓണസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഹൈ കവറേജ് പ്രോഡക്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഫീൽ ഫ്രീ ടു ഗോ ഫോർ സംതിങ് ദാറ്റ് ഹാസ് എ മീഡിയം കവറേജ്. അതിനിപ്പോൾ ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സംതിങ് ലൈക്ക് ദിസ് വൺ. ഇത് മേബിലിൻ്റെ ലൂമി മാറ്റ് ഫൗണ്ടേഷൻ ആണ്. എൻ്റെ ഷെയ്ഡ് വരുന്നത് 120 ആണ്. എ ലോട്ട് ഓഫ് പീപ്പിൾ കീപ് ആസ്കിങ് മീ ഫോർ മൈ ഫൗണ്ടേഷൻ ഷെയ്ഡ്, സ്പെഷ്യലി മേബിലിനിൽ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് യൂസ് ചെയ്യാം, ബട്ട് പേഴ്സണലി എനിക്ക് ഹൈ കവറേജ് സാധനമാണ് വെഡ്ഡിങ്സ് പോലുള്ള ഫംഗ്ഷനിൽ യൂസ് ചെയ്യാൻ ഇഷ്ടം. ഈ ഒരു ഫൗണ്ടേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫോർമുല ഇസ് സോ ഗുഡ്. നമ്മളെ സ്കിന്നിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡ്യൂയി ഫിനിഷാണ് ഇത് തരാം, ആൻഡ് ഓ മൈ ഗോഡ്, ഇതിൻ്റെ കവറേജ് ഇസ് സോ ഗുഡ്. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലുള്ള ഫൗണ്ടേഷൻസിൽ വെച്ച് ഏറ്റവും ലോങ് വെയറിംഗ് ആയിട്ടൊരു ഫൗണ്ടേഷൻ ഇതാണ്, ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ദിസ് ഇസ് ട്രാൻസ്ഫർ പ്രൂഫ്. നെക്സ്റ്റ് ഇസ് എ കൺസീലർ, ആൻഡ് എൻ്റെ കേസിൽ സത്യം പറഞ്ഞാൽ എനിക്കൊരൊറ്റ ട്രസ്റ്റി ഡസ്റ്റി കൺസീലർ മാത്രമേ ഉള്ളൂ വെൻ ഇറ്റ് കംസ് ടു ഈവൻറ്റ്സ് ലൈക്ക് വെഡിങ്സ്. ഓക്കെ, ആൻഡ് അത് ഈ ലോറിയൽ ഇൻഫാലിബിളിൻ്റെ കൺസീലർ ആണ്. ഇതിൻ്റെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ഉപയോഗിച്ചത്. ആൻഡ് ഗെസ് വാട്ട്, ഇത് ആക്ച്വലി എൻ്റെ ഇതിൻ്റെ തേർഡ് കൺസീലർ ട്യൂബ് അല്ലല്ലോ, കൺസീലർ ബോട്ടിലാണ്. ദാറ്റ് ഈസ് ഹൗ മച്ച് ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. ഇതിൻ്റെ ഫോർമുലേനെ പറ്റി പറയുകയാണെങ്കിൽ, ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് എ ഹൈ കവറേജ്, ഫുൾ കവറേജ് പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ ലിറ്റിൽ ഗോസ് എ ലോങ് വേ. നല്ലൊരു ബ്യൂട്ടിഫുൾ, എന്താ പറയുക, ഇറ്റ്സ് ഹൈഡ്രേറ്റിംഗ് ഓൺ യുവർ അണ്ടർ ഐസ്. അറ്റ് ദ സെയിം ടൈം നല്ലൊരു മാറ്റ് ഫിനിഷ് അല്ല കേട്ടോ, ഇതൊരു സെമി മാറ്റ് ഫിനിഷാണ് നമ്മൾ അണ്ടർ ഐസിൽ തരാം. ആൻഡ് ലൈക്ക് ഐ സെഡ്, എ ലിറ്റിൽ ഗോസ് എ ലോങ് വേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാണ്ട് വെറും ഈ ഒരു കൺസീലർ മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. പക്ഷേ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഇതിൻ്റെ ഷെയ്ഡ് റേഞ്ച്. ദേ ഡു നോട്ട് ഹാവ് എ ലോട്ട് ഓഫ് ഷെയ്ഡ് ഓപ്ഷൻസ് ഇൻ ഇന്ത്യ, വിച്ച് ഈസ് റിയലി സാഡ്.
Next, and one of the foremost thing that everybody should have in their wedding makeup kit is a blush. I'm sure especially ellarum obsessed ആയി കിടക്കുന്ന ഒരു സാധനമാണ് blush, and this is a great blush that anybody and everybody can use, okay? കാരണം ഒരുപാട് പേരോട് ചോദിക്കുന്ന കാര്യമാണ്, നമുക്ക് ഈ നല്ല ആക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്കാരോട് ചോദിക്കലുണ്ട് പിന്നെ നോൺ കമ്മ്യൂണോജനിക് ആയിട്ടുള്ള ബ്ലഷ് ഓപ്ഷൻസ് വല്ലതും ഉണ്ടോ, ആൻഡ് ദിസ് ഇസ് ദ വൺ ഫോർ യു. നിങ്ങൾക്ക് ആക്നെ പ്രോൺ സ്കിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദിസ് ഇസ് എ ഗ്രേറ്റ് ബ്ലഷ് ടു ഹാവ് ഇൻ യുവർ കിറ്റ്. Now this one is from Love Child by Masaba. ഇത് അവരുടെ ബാൻഡ് ബജ ബ്ലഷ് ആണ് ഇൻ ദ ഷെയ്ഡ് പീച്ച് പച്ക. Now ഇതൊരു ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡാണ്. എനിക്കറിയാം പേര് പറയുമ്പോൾ പീച്ച് പച്ക എന്നാണെങ്കിലും ഇതിൻ്റെ ഷെയ്ഡ് ഇസ് എ ബ്യൂട്ടിഫുൾ പിങ്ക്. ഈസിലി ബ്ലെൻഡബിൾ ആയിട്ടുള്ള ഒരു ഫോർമുല ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഗെസ് വാട്ട്, എ ലിറ്റിൽ ഗോസ് എ ലോങ് വേ. ഒരു പൊടിക്ക് എടുത്താൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ ചീക്സ് മൊത്തം അത് വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നിങ്ങൾക്ക് വെറും ഓപ്ഷണൽ മാത്രമാണ്. ഇഫ് യു നോട്ട് എ ക്രീം ബ്ലഷ് പേഴ്സൺ, ഫീൽ ഫ്രീ ടു ക്യാരി പൗഡർ ബ്ലഷ്. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രീം ബ്ലഷിന് ഒരു പൗഡർ ബ്ലഷ് വെച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ദിസ് ഇസ് വൺ ഓഫ് മൈ ആബ്സല്യൂട്ട്ലി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പിന്നെ ബ്ലഷ് ആണ്. ദിസ് ഇസ് ഫ്രം ഫേസസ് കാനഡ ആൻഡ് ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ്, എനിക്കിതിൻ്റെ ഷെയ്ഡ് എവിടെയും കാണാൻ പറ്റുന്നില്ല. ദിസ് ഇസ് ദ പെർഫെക്റ്റ് ബ്ലഷ് ആൻഡ് ഐ ഡോണ്ട് നോ ദ ഷെയ്ഡ് നെയിം. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ ഷെയ്ഡ് നെയിം ഇല്ല, ബട്ട് ഓബ്വിയസ്ലി ഞാൻ സ്ക്രീനിൽ ഇത് കൊടുക്കുന്നതായിരിക്കും. സോ മാത്രമേ ഇതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. യു ഗൈസ് കെൻ ചെക്ക് ഇറ്റ് ഔട്ട്. ബട്ട് ഇത് അഗെയിൻ ഇറ്റ്സ് ജസ്റ്റ് എൻ ഓപ്ഷണൽ സ്റ്റെപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഇനി അടുത്ത സാധനം ഓപ്ഷണൽ ഒന്നുമല്ല, നിങ്ങൾ മസ്റ്റ് ആയിട്ട് ക്യാരി ചെയ്യേണ്ട ഒന്നാണ്, ആൻഡ് ദാറ്റ് ഇസ് എ കോമ്പാക്ട് പൗഡർ. ദിസ് വൺ ഇസ് ഫ്രം സ്വിസ് ബ്യൂട്ടി. ഇത് അവരുടെ ഓയിൽ കൺട്രോൾ കോമ്പാക്ട് പൗഡർ ആണ്. ഇത് സത്യം പറഞ്ഞാൽ അത്ര ട്രാവൽ ഫ്രണ്ട്ലി അല്ല. ഇത് അത്യാവശ്യം വലിയൊരു ബോട്ടിൽ ബോക്സ് ആണ്. ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഇതല്ലാണ്ട് ഒരു കോമ്പാക്ട് എന്താ പറയുക ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ക്യാരി ദാറ്റ്, ബിക്കോസ് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു സെറ്റ് യുവർ ഫൗണ്ടേഷൻ ആൻഡ് സെറ്റ് യുവർ ബേസ് ബേസിക്കലി. So yes. Next highlighter ആണ്. This one is from Kiro Beauty. ഇത് അവരുടെ Prism Perfect highlighter ആണ്. Now this is a finely milled highlighter. ഇതിനകത്ത് ഒട്ടും ചങ്കി പാർട്ടിക്കിൾസ് ഇല്ല കേട്ടോ. ആൻഡ് ഇറ്റ് ഹാസ് നോട്ട് വൺ ബട്ട് 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഇൻ ഇറ്റ്. ദ ഷെയ്ഡ്സ് ആർ സാൻഡി റോസ് ആൻഡ് പേർലി ബ്രോൺസ്. നൗ ഇതിൽ ഒരു ഷെയ്ഡ് ഹാസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ പിങ്ക് അണ്ടർടോൺ ടു ഇറ്റ് ആൻഡ് ദി അതർ വൺ ഹാസ് എ ബ്യൂട്ടിഫുൾ ഷാംപെയിൻ അണ്ടർടോൺ ടു ഇറ്റ്. Now this highlighter gives that perfect glow that you need for this wedding season. അടുത്തത് is an eyeshadow palette and this one is from Prosh Beauty. Now ഞാൻ ഇപ്പം എൻ്റെ current favorite ആയിട്ടുള്ള ഒരു eyeshadow palette കാണിക്കുന്നതേ ഉള്ളൂ. I will never ever say ഇത് തന്നെ നിങ്ങൾ ക്യാരി ചെയ്യണം ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അഫോർഡബിൾ കാറ്റഗറിയിലുള്ള ഏത് നല്ല പിന്നെ ഐഷാഡോ പാലറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഐ തിങ്ക് ബ്രാൻഡ്സ് ലൈക്ക് മേക്കപ്പ് റെവല്യൂഷൻ, സ്വിസ് ബ്യൂട്ടി, മാർസ് കോസ്മെറ്റിക്സ് ഹാസ് സം ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്രേറ്റ് ഐഷാഡോ പാലറ്റ്സ്. ഇതെന്തുകൊണ്ട് ഇഷ്ടം എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇഫ് യു സീ ദ കളർ സ്റ്റോറി ഓഫ് ദിസ് പാലറ്റ് ഇസ് so good. It has black, it has brown, it has like a pop of pink and stuff. It has like a lot of color, orange in the like the color story of this is great. And idil atyasham ഒരുപാട് നല്ല shimmer shades ഉണ്ട്, which is something that I really love using during wedding seasons. So yes, this is one of my current favorites. And yes, ഇത് കുറച്ച് pricey ആണ്, ബട്ട് ഇതുപോലത്തെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ സജഷൻസ് പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഐബ്രോ സെറ്റ് ആക്കാനായിട്ട് യു നീഡ് എ ഗുഡ് ഐബ്രോ പെൻസിൽ. ഈ ലെമലിൻ്റെത് ഇപ്പം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എന്നാണ്. വെരി തിൻ ആണ് ഇതിൻ്റെ സ്ട്രോക്സ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് നമുക്ക് നമ്മൾ ഐബ്രോസ് സെറ്റ് ചെയ്ത് വരച്ചെടുക്കാൻ പറ്റും. ഇനി ഫോർ മസ്കാര, ഈ ഒരു എസെൻസിൻ്റെ മസ്കാര ഇസ് വൺ ഓഫ് മൈ കറന്റ് ഫേവറേറ്റ്സ്. നിങ്ങൾ എൻ്റെ ഇതിന് മുന്നേയുള്ള മേക്കപ്പ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ, മേക്കപ്പ് ട്യൂട്ടോറിയൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ, യു വിൽ ഹാവ് സീൻ മീ use this quite often these days because I genuinely enjoy using this. നല്ല വോളിയം തരും നമ്മളെ ലാഷസിന്, ആൻഡ് ഇത് നമ്മളെ ലാഷസിനെ ഒട്ടും ക്ലംപി ആക്കില്ല. പിന്നെ മസ്റ്റ് ആയിട്ട് നമ്മളെല്ലാവരും ക്യാരി ചെയ്യുന്ന ഒരു സാധനം ഇസ് എ കാജൽ. Now this one is from Kiro Beauty and this is one of my absolute favorite കാജൽ. ഇത് കൂടാണ്ട് എനിക്ക് ഫേസസ് കാനഡയുടെ കാജലും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിത് യൂഷ്വലി ടൈറ്റ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ആൻഡ് ഇത് നമ്മളെ കണ്ണിൽ വരച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് മൂവ് ആറ്റ് ഓൾ. ലൈക്ക് നമ്മൾ അപ്പർ ലാഷ് ടൈറ്റ് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോവർ ലാഷിലേക്ക് ഇതൊട്ടും സ്പ്രെഡ് ആവില്ല, വിച്ച് ഇസ് സംതിങ് ഐ റിയലി ലൈക്ക്. ഫൈനലി നമ്മളെ മേക്കപ്പ് സെറ്റ് ചെയ്യാനായിട്ട് യു നീഡ് ടു ക്യാരി എ മേക്കപ്പ് ഫിക്സർ, നോട്ട് എ സെറ്റിംഗ് സ്പ്രേ, എ മേക്കപ്പ് ഫിക്സർ. സെറ്റിംഗ് സ്പ്രേ നമ്മൾ മേക്കപ്പിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് യൂസ് ചെയ്യുക, ബട്ട് മേക്കപ്പ് ഫിക്സർ ഇസ് എ മസ്റ്റ് after your makeup. Okay, now ഇത് മാർസിൻ്റെ സീൽ ദ ഡീൽ മേക്കപ്പ് ഫിക്സർ ആണ്. Now ഇത് നമ്മുടെ സ്കിന്നിൽ ഒരു മാറ്റ് എഫക്റ്റ് ആണ് കേട്ടോ തരാം, ആൻഡ് ഐ ജെന്യുവലി എൻജോയ് യൂസിങ് ദിസ് അലോട്ട് ബിക്കോസ് ഇത് നമ്മുടെ സ്കിന്നിൽ എന്താ പറയുക, ദ വേ ദ പ്രോഡക്റ്റ് ഡിസ്പോസസ് ഇറ്റ് ഫീൽസ് റിയലി ഗുഡ് ഓൺ ദ സ്കിൻ. ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, ബിക്കോസ് ലിപ്സ്റ്റിക് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. വാട്ട് എവർ യു ഫീൽ
looks good on you, go for it no matter what. But what I would recommend is go for something that is like ട്രാൻസ്ഫർ പ്രൂഫ് ആൻഡ് ലോങ് വെയർ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് നോക്കി ചൂസ് ചെയ്യാം. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ലിപ്സ്റ്റിക്കിനെ പറ്റി ചെയ്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ഐ വിൽ ലീവ് ദ ലിങ്ക്സ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓർ അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഇവിടെ കാർഡ്സിലൊക്കെ കൊടുക്കാം. സോ ഇൻ കേസ് യു ഗൈസ് വാണ്ട് ടു ചെക്ക് ഇറ്റ് ഔട്ട്. സോ യെസ്, ഇത്രയേ ഉള്ളൂ ഓൾ ദ എസെൻഷ്യൽസ് ദാറ്റ് യു നീഡ് ഇൻ എ ബ്രൈഡ്സ്മെയ്ഡ് മേക്കപ്പ് കിറ്റ്. എനിക്കറിയാം കേൾക്കുമ്പോൾ കുറേ ഉള്ളതുപോലെ തോന്നുന്നു, ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഇതിൽ വേണ്ടാത്ത ഐറ്റംസ് ഫീൽ ഫ്രീ ടു സ്കിപ്പ് ദോസ്, ഓക്കെ? പക്ഷേ ഇഫ് യു വാണ്ട് ഗോ ഫോർ ദാറ്റ് ഫുൾ ഗ്ലാം ലുക്ക്, ഐ തിങ്ക് ദീസ് ആർ ഓൾ ദി essentials that you would need. So I really hope you guys enjoyed watching the video. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വുഡ് മീൻ ദ വേൾഡ് ടു മീ. ഇനിയും ഇതുപോലെ എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം. I would love to get new suggestions from you guys. I would love to know what you guys enjoy watching on this channel. So yes, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ യത്താശിസ്.